എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ സീനിയർ ക്യാപ്റ്റൻ മൊട്ട ആളാണെങ്കിൽ ആളുടെ കംപ്ലീറ്റ് പവർ അങ്ങനെ പുറത്തേക്ക് റിലീസ് ചെയ്യും. ഒരു പുറത്തേക്ക് വരേണ്ട താമസം ആ സോൾ സൊസൈറ്റി തന്നെ അങ്ങനെ കിട്ടിങ്ങി വിറക്കുകയാണ്. ആദ്യമായിട്ടാണ് അവര് ആസ്റ്ററിന്റെ ഇത്രയും പവർ പുറത്തേക്ക് വരുന്നത് നേരിട്ട് കാണുന്നത്. ആളുടെ ഡ്രസ്സൊക്കെ അങ്ങനെ കീറി ആ ഒരു ബൾക്ക് ഹൾക്ക് ബോഡി അതങ്ങനെ തെളിഞ്ഞ് കാണും. അത് കണ്ട് നമ്മുടെ ക്യാപ്റ്റൻസ് അവർ ഡബിൾ ഷോക്കാവും. അവർ ഇതുവരെ ക്യാപ്റ്റൻ ഇത്രയും ദേഷ്യത്തിലും ഇത്രയും പവർഫുള്ളും ആയിട്ട് കണ്ടിട്ടില്ല. ക്യാപ്റ്റൻ ഇത്രയും ദേഷ്യം തോന്നാനുള്ള കാരണം അതെന്തായിരിക്കുമെന്ന് അവരൊരു സെക്കൻഡ് അങ്ങനെ ആലോചിക്കും. അവരാലോചിക്കുന്ന അതേ സമയം ക്യാപ്റ്റന്റെ സ്പെയറും സമ്പത്തും എല്ലാം ഉപയോഗിച്ച് വീണ്ടും വീണ്ടും പവർ അവിടെ മുഴുവൻ മൊട്ട ക്യാപ്റ്റൻ അങ്ങനെ സ്പ്രെഡ് ചെയ്യും. ഓപ്പോസിറ്റുള്ള രണ്ട് ക്യാപ്റ്റൻസിന്റെ പേടി അതങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇതുപോലെ പവർ ഇവിടെ സ്പ്രെഡ് ആവുകയാണെങ്കിൽ അത് ഈ സോൾ സൊസൈറ്റിക്ക് ഒരു കാരണവശാലും താങ്ങാനായിട്ട് കഴിയില്ല. ആളുടെ സമ്പത്തുവിന് ഈ ഒരു സോൾ സൊസൈറ്റി മുഴുവനായും തകർത്ത് കളയാനുള്ള പവറുണ്ട്. സോ എത്രയും വേഗം നമ്മൾ ആളുമായിട്ട് ഫൈറ്റ് ചെയ്ത് ആളെ കൺട്രോൾ ചെയ്യണം. അടുത്ത നിമിഷം രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളും ആക്ഷനും ഒക്കെ ഇട്ട് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ അടുത്തേക്ക് വരികയാണ്. ഈ വെള്ളമുടിയൻ ക്യാപ്റ്റനും തൊപ്പിക്കാരൻ ക്യാപ്റ്റനും ഇവർ രണ്ടുപേരുമാണ് സോൾ സൊസൈറ്റി ക്യാപ്റ്റൻസിലെ ഏറ്റവും പവർഫുൾ ആയവര്. അവരവരുടെ സമ്പത്തു അത് കയ്യിലേന്തി അവരുടെ എല്ലാവരുടെയും മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തൊട്ടടുത്ത് എത്തുകയാണ്. അടുത്ത നിമിഷം 3 പേരും ചേർന്ന് ഇപ്പൊ പൊരിഞ്ഞ പോരാട്ടം. ആ ഫൈറ്റില് ഒരുപാടധികം പവറുകൾ അങ്ങനെ പുറത്തേക്ക് റിലീസ് ആവുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ സെറാക്കിയെ കാണിക്കും. ആളാണെങ്കിൽ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു ഭാഗത്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. പക്ഷെ സെറാക്കിക്കാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പോകാനായിട്ട് കഴിയില്ല. ആൾക്ക് സ്വന്തമായിട്ട് ലൊക്കേഷൻ കണ്ടെത്തി അവിടേക്ക് എത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇപ്പോഴും ആളുടെ അസിസ്റ്റന്റ് ആ പിങ്കി പെണ്ണ് അവളാണ് ആൾക്ക് വഴി കാട്ടുക. ഇന്ന് അവളും കൂടെ ഇല്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? ചിഗോയൻ ടീമിനെയും എങ്ങനെ ഞാൻ സഹായിക്കുന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും സാക്ഷാൽ ചീക്ക അവൾ അവിടേക്ക് വരിക. ചീക്കയാണെങ്കിൽ അവനെ നോക്കി അങ്ങനെ പുഞ്ചിരിക്കുകയാണ്. സെറാക്കിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവളെന്തിനാ ഇവിടേക്ക് വന്നേ ചിന്തിച്ച് ആളങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. അടുത്ത നിമിഷം ചീക്ക അവൾ സെറാക്കിയോട് പറയും, നിങ്ങളുടെ പവറും ഫൈറ്റിംഗ് സ്കില്ലും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആക്ച്വലി ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ സെറാക്കിയെ ഇംപ്രസ് ചെയ്യാനായിട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിക്കും. അത് കണ്ട് നമ്മുടെ സെറാക്കിക്ക് തീരെ ഇഷ്ടാവില്ല. അവനാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ മുഖം തിരിച്ചിരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ജിഡാങ്കോ ജൈന്റിനെ കാണിക്കും. അവന്റെ മുറിവുകൾ അത് മുഴുവൻ തന്നെ ഹീൽ ചെയ്തത് നമ്മുടെ ഒർഗേബയാണ്. ഓൾ സൊസൈറ്റിക്ക് പുറത്തുള്ള എല്ലാവരും ഇപ്പൊ അവനോട് അവരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതിനാ ജയന്റ് ജിഡാങ്കോ ആണെങ്കിൽ നടന്ന സംഭവങ്ങൾ അതൊന്നൊന്നായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. ജയന്റ് ജിഡാങ്കോയ്ക്ക് നമ്മുടെ ആൾക്കാർ ഒരുപാട് ഇഷ്ടമാണ്. കാരണം അവനെ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ആൾക്കാർ മാത്രമാണ്. സൊസൈറ്റിയിലെ ആൾക്കാർ അവനെ പുറത്താക്കിയപ്പോഴും അവന് സപ്പോർട്ട് കൊടുത്തത് നമ്മുടെ ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ ആൾക്കാർ 5 ദിവസമായി ആ സോൾ സൊസൈറ്റിയിലേക്ക് എത്തിയിട്ട് ഇതുവരെ അവരെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ, അവരുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് വന്ന് പിണഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ച് അവനങ്ങനെ ടെൻഷനായിട്ടിരിക്കും. അടുത്ത നിമിഷം നമ്മുടെ ചുന്ദരി കാക്കു അവളാണെങ്കിൽ ജയന്റിന്റെ അടുത്തേക്ക് വരും. നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അവരെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവാതെ നിങ്ങളും എന്നോടൊപ്പം ആ സോൾ സൊസൈറ്റിയിലേക്ക് വായോ. നമുക്ക് 2 പേർക്കും അവരെ പോയി ഹെൽപ്പ് ചെയ്യാം. കുക്കാഗുവിനാണെങ്കിൽ ആക്ച്വലി അവളുടെ ബ്രദറിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷനാണ്. അവനെ കാണുക എന്നതാണ് അവളുടെ പ്രധാന ഉദ്ദേശം. ഇവിടെ ജഡായി ആണെങ്കിൽ അവളോടൊപ്പം ആ സോൾ സൊസൈറ്റിയിലേക്ക് പോകാനായിട്ട് തയ്യാറാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് സോൾ സൊസൈറ്റിയുടെ ഫോറസ്റ്റ് പോലുള്ള വലിയൊരു ഭാഗം കാണിക്കും. അവിടെ യൂറോച്ചിയും സോയിഫോണും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. യൂറോച്ചി ആണെങ്കിൽ സോയിഫോണിന്റെ വീക്ക് പോയിന്റ് അത് മനസ്സിലാക്കി അവിടെ തന്നെ അച്ചറം പൊച്ചറം ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും. ലേഡി കാറ്റ് യൂറോച്ചിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഓ, നീ ഇത്രയും വേഗം ഇത്രയും പവർഫുൾ ആയോ? ഞാൻ ഈ സോൾ സൊസൈറ്റി വിട്ടു പോകുന്ന സമയം നീ എപ്പോഴും എൻ്റെ ഒരു ബിഗ് ഫാനായി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോൾ സെക്കൻഡ് സ്ക്വാഡ് യൂണിറ്റിന്റെ ക്യാപ്റ്റനായി മാറി. നിന്റെ ഇംപ്രൂവ്മെന്റ് അതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കാറ്റ് ലേഡി ആണെങ്കിൽ അവളെ തന്നെ നോക്കും. സോയിഫോൺ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കാറ്റ് ലേഡിയെ തന്നെ നോക്കുകയാണ്. ആക്ച്വലി ഇവർ രണ്ടുപേരും വർഷങ്ങൾക്ക് മുൻപ് ഈ സോൾ സൊസൈറ്റിയിൽ നല്ല ക്ലോസ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം സോൾ സൊസൈറ്റിയിൽ നിന്ന് കാറ്റ് ലേഡിയെ പുറത്താക്കി. കാറ്റ് ലേഡിയുടെ ഒരു ഗുഡ് ഫ്രണ്ട് ആയിരുന്നു എന്നതിൻ്റെ പേരിൽ ഇവളെ സോൾ സൊസൈറ്റിയിലുള്ള ഒരുപാട് പേര് വളരെ ബ്രൂട്ടലായിട്ട് പണിഷ് ചെയ്തു. അതുപോലെ തന്നെ അവളെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി. അതിനുശേഷം ഒരുപാട് സർവൈവ് ചെയ്തും കഷ്ടപ്പെട്ടുമാണ് അവൾ ഇവിടെ വരെ എത്തിയത്. അന്നു മുതൽ അവളുടെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു വീണ്ടും കാറ്റ് ലേഡിയെ കാണണമെന്നും അവളുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്നും. ഐഫോൺ ആണെങ്കിൽ ഞൊടിയടയിൽ അവളുടെ അസിസ്റ്റൻസിന് സിഗ്നൽ കൊടുക്കും. അവരാണെങ്കിൽ വളരെ വേഗത്തിൽ ഇപ്പം നമ്മുടെ കാറ്റ് ലേഡിയെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അതിനുശേഷം അവരെല്ലാവരും കാറ്റ് ലേഡിയുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്
പക്ഷെ കാറ്റ് ലേഡി അവൾ നിസ്സാരക്കാരിയല്ല. എല്ലാവരെയും പുറഞ്ചം ഇട്ടിച്ച് ഓരോ ഭാഗത്തേക്ക് അങ്ങനെ പറത്തി കളയും. ഇവിടെ സൈഫോൺ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടും. അടുത്ത നിമിഷം അവളാണെങ്കിൽ വീണ്ടും കളത്തിലിറങ്ങി നമ്മുടെ കാറ്റ് ലേഡി ആയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവർ ശരിക്കും റിയൽ കാറ്റ്സ് എങ്ങനെ ഫൈറ്റ് ചെയ്യും അതുപോലെയാണ് പരസ്പരം ഫൈറ്റ് ചെയ്യുക. ആ ഒരു ഫൈറ്റില് നമ്മുടെ കാറ്റ് ലേഡിക്ക് ഒരുപാട് പരിക്കുകൾ പറ്റും. അവള് ചോര ഛർദ്ദിച്ച് ഇപ്പൊ ഒരു ഭാഗത്തേക്ക് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. കാറ്റ് ലേഡിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഒരുപാട് കാലം അവളുടെ അസിസ്റ്റന്റ് ആയിരുന്ന ഇവൾക്ക് ഇത്രയും പവർ അതെങ്ങനെ സ്വായത്തമാക്കാൻ കഴിഞ്ഞു എന്ന് അവളങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന അതേ സമയം സൈഫോൺ അവളങ്ങനെ കറങ്ങി വന്ന് നമ്മുടെ കാറ്റ് ലേഡിയെ പിടിച്ചു വലിച്ച് മടക്കി ലോക്ക് ചെയ്ത് അവളുടെ ഷീങ്കായി അതങ്ങനെ നീട്ടി കൊണ്ടുവരാണ്. അതവൾക്ക് അവളുടെ സമ്പത്തുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അവൾ ആ സമ്പത്ത് ഉപയോഗിച്ച് ഇപ്പൊ കാറ്റ് ലേഡിയുടെ ദേഹത്ത് ആഞ്ഞു വെട്ടും. ഒരു ആക്രമണത്തില് കാറ്റ് ലേഡിയുടെ ബോഡിയിൽ ഇപ്പൊ ഒരു ബട്ടർഫ്ലൈ സിമ്പിള് അതങ്ങനെ ക്രിയേറ്റ് ആവുകയാണ്. കാറ്റ് ലേഡി ആണെങ്കിൽ അത് കണ്ട് ഡബിൾ ഷോക്കാവും. അവളുടെ മനസ്സിലെ പേടി അത് കൂടി വരും. സൈഫോൺ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി. അവള് വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് ഇപ്പൊ കാറ്റ് ലേഡിയോട് പറയും, എന്റെ സമ്പത്തുവിന്റെ പവർ അതെന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലേ. എനിക്ക് എന്റെ സമ്പത്ത് ഉപയോഗിച്ച് ഒരാളുടെ ബോഡിയിൽ ഡെത്ത് മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതിനുശേഷം വീണ്ടും ഞാൻ അതിന്റെ രണ്ടാമത്തെ പവർ അതുപയോഗിച്ച് കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് അവർ 100% മരണത്തിലേക്ക് ഇനി നീങ്ങുമെന്ന് പറഞ്ഞ് അവളങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. ഇവിടെ കാറ്റ് ലേഡിയുടെ ഹാർട്ട് ബീറ്റ് അതെല്ലാം കേട്ട് കൂടി കൂടി വരും. അടുത്ത നിമിഷം കാറ്റ് ലേഡി അവളാണെങ്കിൽ ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. അങ്ങനെ ഒരു മൂമെന്റ് സൈഫോൺ അവള് പ്രതീക്ഷിച്ചതല്ല. അവളും വിട്ടുകൊടുക്കാതെ ഇപ്പൊ കാറ്റ് ലേഡിയുടെ പിന്നാലെ ഓടും. കാരണം ഓൾറെഡി സൈഫോൺ ഒരുപാട് ഡെത്ത് മാർക്ക് കാറ്റ് ലേഡിയുടെ ബോഡിയിൽ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സെക്കൻഡ് അറ്റാക്ക് അതുപയോഗിച്ചാൽ മാത്രമേ കാറ്റ് ലേഡിയെ പൂർണ്ണമായിട്ട് സൈഫോണിനെ കണ്ട് കൊന്നു കളയാനായിട്ട് കഴിയൂ. അതിനുവേണ്ടി വമ്പ സ്പീഡിൽ അവൾ പിന്നാലെ പോവും. സൈഫോൺ ആണെങ്കിൽ ഇപ്പോ കാറ്റ് ലേഡി അങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് നീ എന്നെ ചതിച്ച് കടന്നു കളഞ്ഞവളാണ്. അന്ന് മുതൽ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ് ഇങ്ങനെയൊരു മുഹൂർത്തം എനിക്ക് തന്നെ നിന്നെ കൊല്ലണം. അത് കേട്ട് കാറ്റ് ലേഡി അവൾ പറയും, നീ ഇപ്പോ ഒരുപാട് പവർഫുൾ ആണ്. നിന്റെ ഏറ്റവും വലിയ ശത്രു അത് ഞാനായിരിക്കും. നീ ചെയ്യുന്ന ടെക്നിക്സ് അതൊന്നും നിനക്ക് ഞാനല്ല പഠിപ്പിച്ചു തന്നതെന്ന് പറഞ്ഞ് കാറ്റ് ലേഡി ആണെങ്കിൽ അവളുടെ പവർ അങ്ങനെ റിലീസ് ചെയ്യും. അവളുടെ സ്പിരിച്വൽ പവർ ആണെങ്കിൽ അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് പുറത്തേക്ക് വരികയാണ്. അവൾ വളരെയധികം സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ഐഫോൺ ആണെങ്കിൽ ആ ഒരു ഫോം കണ്ട് ഒരല്പം പേടിക്കുന്നുണ്ട്. ഇവിടെ കാറ്റ് ലേഡിക്കാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അവൾ കൂടുതൽ ആക്ഷൻസ് ഒക്കെ ഇട്ട് ടെററായി ഇപ്പൊ സൈഫോൺ അറ്റാക്ക് ചെയ്യാൻ അവളുടെ അടുത്തേക്ക് വരും. കാറ്റ് ലേഡി അങ്ങനെ വമ്പ ഫോഴ്സിൽ വന്ന് അവിടെ വലിയൊരു പൊട്ടിത്തെറി അത് ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.